ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം അങ്ങനെ നമ്മളെ ഉണ്ണിമുകുന്ദൻ നായകനാവുന്ന മാർക്കോ മൂവി നമ്മളങ്ങനെ കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഡയറക്റ്റഡ് ബൈ ഹനീഫ് അദേനി, റിട്ടേൺ ബൈ ഹനീഫ് അദേനി. സോ അങ്ങനെ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ മോനെ ഒരു രക്ഷയില്ല, നല്ല കിഡിലോസ്കി പടമാണ്. എ സർട്ടിഫിക്കറ്റ് ഉള്ള പടമാണ് ഗൈസ്. അതായത് 18 വയസ്സിന് മണ്ടകട്ടുള്ള ആൾക്കാർ മാത്രം പോയി കാണുക. പിന്നെ അതുപോലെ തന്നെ പടത്തിനകത്ത് അങ്ങേയറ്റം ബ്രൂട്ടൽ സാധനങ്ങളൊക്കെ കിടുക്കനായിട്ട് കാണിക്കുന്നുണ്ട്. സോ അപ്പോൾ ഇതൊക്കെ കാണാൻ മനക്കെട്ടുള്ള ആൾക്കാർ മാത്രം പോയി കാണുക. അതുപോലെ തിയേറ്റർ ഓണേഴ്സ്, എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെ കൊണ്ട് ഉടായ്പ കാണിച്ചുകൊണ്ട് തിയേറ്ററിൽ വരുന്ന ഫാമിലീസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരുടെ പൈസ റിട്ടേൺ കൊടുത്തുകൊണ്ട് പിള്ളേരെ കയറ്റാതിരിക്കുക, ഫാമിലിയെ മാത്രം മാക്സിമം കയറ്റുക. കാരണം അതുപോലെ വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ കമ്മിങ് ടു ദ മൂവി, ഫസ്റ്റ് ഹാഫ് എനിക്ക് പക്ഷേ അത്രയ്ക്ക് ഇങ്ങോട്ട് വർക്കായില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് എവിടെ ഇവർ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. പിന്നെ അതുപോലെ എവിടെയൊക്കെ കുറച്ച് ലാഗും കുറച്ച് മിസ്സിങ്ങും അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ കുറേ എനിക്ക് അങ്ങോട്ട് കണക്ഷൻ അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വെച്ചു ഇത്രയൊക്കെ ഉള്ളവർ ഭയങ്കര ഇതൊക്കെ കൊടുത്തിട്ട് ഒന്നും കാണുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ അങ്ങോട്ട് ഇരുന്ന് സെക്കൻഡ് ഹാഫിൽ അങ്ങോട്ട് കയറി. എൻ്റെ പൊന്നോ, നമ്മൾ ഫസ്റ്റ് ഹാഫിൻ്റെ നമ്മുടെ ആ ഒരു ക്ഷീണം അങ്ങ് കംപ്ലീറ്റ്ലി അങ്ങ് സെക്കൻഡ് ഹാഫിൽ അങ്ങ് തീർത്ത് തന്നു. ഇതിനകത്തൊരു വില്ലനുണ്ടേ, നമ്മുടെ കബീർ ദുഹാൻ സിംഗ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഹിന്ദി അങ്ങേര് വന്നു കഴിഞ്ഞപ്പോൾ ട്രാക്ക് അങ്ങ് മാറി കിടുക്കനായിട്ട്. പിന്നെ സിദ്ദിഖ് ഏട്ടനും ജഗദീഷ് ഏട്ടൻ ഇവരൊക്കെ നൈസായിട്ടാണ് പെർഫോം ചെയ്തേക്കുന്നത്. ഉണ്ണിമുകുന്ദനാണ് പറയേണ്ടത്, ഹാറ്റ്സ് ഓഫ് യു മാൻ. ഭയങ്കര എഫേർട്ടാണ് ഫൈറ്റിലും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത്, കിടുക്കനായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി തന്നെയാണ് ഫുൾ ഫൈറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാറ്റ്സ് ഓഫ് ചെയ്യേണ്ട ഫൈറ്റാണ്. കാരണം അമ്മാതിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. സോ ഇപ്പോൾ എന്തായാലും നല്ല കിടുക്കൻ മൂവിയാണ്, എല്ലാവരും പോയി കാണുക. ഭയങ്കര ബ്രൂട്ടൽ ഫൈറ്റും കാര്യങ്ങളും ആണ്. സോ അതൊക്കെ ഞാൻ വൺസ് അഗെയിൻ ഞാൻ പറയുന്ന കാര്യമാണ്. ഇതിനകത്ത് നിങ്ങൾ ഭയങ്കര ലോജിക്ക് പരമായിട്ട് അല്ലെങ്കിൽ കുറേ അങ്ങനെ ഇങ്ങനെ ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കാണാം. പിന്നെ ഈയിടയ്ക്ക് പുഷ്പയ്ക്കകത്ത് കണ്ടതുപോലെ മറ്റേ കയ്യും കാലും കെട്ടിട്ടിട്ട് ഉള്ള ആ ഒരു പറന്നടി, മറ്റേ വാ കൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സാധനം ഇതിനകത്തുണ്ട്. ഇതിനകത്ത് കാല് കെട്ടിട്ടിട്ടില്ല, പക്ഷേ കൈയാണ് കെട്ടിട്ടേക്കുന്നത്. പുഷ്പയ്ക്കകത്ത് കണ്ടപ്പോൾ നമുക്കത് ഭയങ്കര ഒരു 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 വല്ലാത്തിടുമ്പോൾ തോന്നി. പക്ഷേ ഇതിനകത്ത് ഇതാണ് സംഭവം, ഇതാണ് കാല് കെട്ടിയിട്ട് അല്ലെങ്കിൽ പോട്ടെ കൈ കെട്ടിയിട്ട് ഒരാൾ ഇങ്ങനെയൊക്കെയാണ് ഫൈറ്റ് ചെയ്യേണ്ടത്, അല്ലാണ്ട് ഏറി നിന്ന് പറന്നടിക്കുകയല്ല വേണ്ടത്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൺവിൻസ് ആവുന്നതായിരിക്കും. ഇതിനകത്ത് ഫൈറ്റൊക്കെ ഒരു രക്ഷയില്ല, ലാസ്റ്റൊക്കെ ആകുമ്പോൾ കിട്ടുക്കം കുറേ സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൺസ് അഗൈൻ ഞാൻ പറയുവാണ്, ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും കാണാൻ പോവല്ല. പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് മാക്സിമം പോവാതിരിക്കുക. കാരണം കുട്ടികളെ കൊണ്ട് മാക്സിമം അല്ല, കുട്ടികളെ കൊണ്ട് പോകണ്ട, നിങ്ങൾ വലിയവർ മാത്രം പോവുക. ഇതൊക്കെ കാണാൻ കേപ്പബിലിറ്റി ഉള്ളവർ, കപ്പാസിറ്റി ഉള്ളവർ മാത്രം പോയി കാണുക. മലയാളത്തിൽ ഏതുണ്ട് ടോപ്പ് റേറ്റഡ് വയലൻ്റ് ആയിട്ടുള്ള മൂവി, അല്ലെങ്കിൽ ഏതുണ്ട് ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബ്രൂട്ടൽ ആക്ഷൻ മൂവി ഏതുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്ത് വെക്കാൻ പറ്റും മാർക്കോ. അമ്മാതിരി സാധനങ്ങളാണ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ മസ്റ്റായിട്ട് പോയി കാണുക, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. സോ യാ, വൺസ് അഗെയിൻ ഞാൻ പറയുകയാണ്, എടുക്കാൻ മൂവിയാണ്, പോയി കാണുക. അപ്പം അത്രേ ഉള്ളൂ, ബൈ.